1957 മുതൽ 2014 വരെ നിർമ്മാണത്തിലുണ്ടായിരുന്ന ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സിൻ്റെ ദ കിങ് ഓഫ് ഇന്ത്യൻ റോഡ്സ് എന്നറിയപ്പെടുന്ന ദ ഫസ്റ്റ് ജനറേഷൻ അംബാസഡർ അഥവാ അംബാസഡർ മാർക്ക് 1 ആണ് ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത്. വെൽക്കം ടു മൈ ചാനൽ. പലരും ഈ വീഡിയോ കാണുന്ന തന്നെ മോഹൻലാലിൻ്റെ കംബാക്ക് ആയിട്ടുള്ള തുടരും എന്ന മൂവി കണ്ടിട്ടായിരിക്കും നമ്മൾ ഈ വീഡിയോ പലരും കാണാൻ വരുന്നതെന്ന് അറിയാം. അപ്പോൾ അങ്ങനത്തവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഒരു യുഗം ഞാൻ തപസിരുന്നു കാണുവാൻ, കഴിഞ്ഞ കാലം കൊഴിഞ്ഞ സുമം പൂത്തുവിടർന്നു. ഒരു യുഗം ഞാൻ തപസിരുന്നു കാണുവാൻ, കഴിഞ്ഞ കാലം കൊഴിഞ്ഞ സുമം പൂത്തുവിടർന്നു. മുഖമാമിൻ മനസ്സിൽ ഗാനമായി നീയുണർന്നു, മുഖമാമിൻ മനസ്സിൽ ഗാനമായി നീയുണർന്നു. അപ്പോൾ ഒരു 1959 മോഡലാണ് ഈ ഒരു വാഹനം എന്ന് പറയുന്നത്, അഥവാ ഫസ്റ്റ് ജനറേഷനാണ്. നമ്മളെ അംബാസഡറിൽ ഫസ്റ്റ് വന്നിട്ടുള്ള മോഡലാണ് നമ്മൾക്ക് ഈ ഒരു വാഹനം എന്ന് പറയുന്നത്. അതിൽ തന്നെ ഇത് 57 മുതൽ 62 വരെയായിരുന്നു ഫസ്റ്റ് ജനറേഷൻ ഉണ്ടായിരുന്നുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മോറിസ് ഓക്സ്ഫോർഡ് സീരീസ് 3 ഇന്ത്യയിലിട്ട് റീബാഡ് ചെയ്തിട്ട് ഇറക്കിയിട്ടുള്ള മോഡലാണ് നമുക്ക് ഈ ഒരു അംബാസഡർ മാർക്ക് 1 എന്ന് പറയുന്നത്. മോറിസ് ഓക്സ്ഫോർഡിൻ്റെ അതേ ഫിഗേഴ്സാണ് ഈ ഒരു വാഹനം വന്നിട്ടുള്ളത്. അതിൻ്റെ ഫോട്ടോസ് എന്തായാലും ഞാൻ ഈ ഒരു വീഡിയോയിൽ ആഡ് ചെയ്യാം, കാണാവുന്നതാണ്. അപ്പോൾ അതേ ആസ്പെക്റ്റും അതേ റേഷ്യോ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ ഒരു വാഹനത്തിലും വരുന്നിട്ടുള്ളത്. ചെറിയ ചെറിയ ചേഞ്ചസും കാര്യങ്ങളും മാത്രമാണ് നമുക്ക് ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സിൻ്റെ അംബാസഡറിൽ മാറ്റങ്ങളായിട്ട് വരുന്നത്. ഒരു കവിള് നോക്കുകയാണെങ്കിൽ നമ്മൾ ഒരു മോറിസ് മൈനറിൻ്റെ ചെറിയൊരു ടച്ച് വരുന്നുണ്ട്. ഈ ഒരു പോർഷൻ കാണാൻ പറ്റും, നമുക്ക് അവർ കാണാൻ പറ്റും. അതേപോലെ തന്നെ ഹെഡ്ലൈറ്റൊക്കെ നോക്കുകയാണെങ്കിൽ റൗണ്ട് ഹെഡ്ലൈറ്റാണ്. നമ്മൾ അംബാസഡറിൻ്റെ ഫസ്റ്റ് ജനറേഷൻ മുതൽ ഏകദേശം നമുക്ക് 7 ജനറേഷനോളം വന്നിട്ടുണ്ടായിരുന്നു അംബാസഡർ. അതിൻ്റെ ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ നമുക്ക് ഈ ഒരു റൗണ്ട് ഹെഡ്ലൈറ്റാണ് വന്നിട്ടുള്ളത്. അതിൽ വലിയ മാറ്റങ്ങളൊന്നും കാണാൻ പറ്റില്ല. പിന്നെ നോക്കുകയാണെങ്കിൽ പ്രത്യേകം എടുത്ത് പറയുന്ന കാര്യം വെച്ചാൽ ഈ ഒരു ലോഗോ ആണ്. ഈ ലോഗോ നമുക്ക് ഇത് സ്റ്റോക്കിൽ നമുക്ക് ക്രോമാണ് വന്നിട്ടുണ്ടായിരുന്നത്, പക്ഷേ നമ്മൾ ഒരു ഗോൾഡൻ ഫീലിട്ട് ചേഞ്ച് വരുത്തിയതാണ്. അതും നമുക്ക് ഈ ഒരു അംബാസഡർ എന്നുള്ളൊരു ബാഡ്ജും കാര്യങ്ങളും കാണാൻ പറ്റും. ഈ ഒരു ലോഗോക്ക് ഒരു പ്രത്യേകത ഉണ്ട്. പഴമക്കാർ പറയുന്നത് കേട്ടിട്ടുള്ളതാണ്, നമുക്ക് അതിനെക്കുറിച്ച് അത്ര വലിയ ധാരണ ഇല്ല. പക്ഷേ വാഹനത്തിൻ്റെ സെൻറ്റർ കണക്കാക്കാനും അതേപോലെ തന്നെ സൈഡ് കണക്കാക്കാനും ഉള്ള ഒരു പോയിൻ്റായിട്ടായിരുന്നു അന്നത്തെ കാലത്ത് ഈ ഒരു സെൻറ്ററത്തെ ലോഗോ കണക്കാക്കിയിട്ടുണ്ടായെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ നമ്മൾ വാഹനത്തിന് ഇപ്പോൾ നമ്മളൊരു ഗട്ടറിന്ന് ചാടാതെ പോകണമെന്നുണ്ടെങ്കിൽ കറക്റ്റ് സെൻറ്ററാണല്ലോ ഇത് വരുന്നത്. അപ്പോൾ ഇത് കണക്കാക്കിയിട്ട് നമ്മൾ ഗട്ടറൊക്കെ കണക്കാക്കി പോവുകയാണെങ്കിൽ നമുക്ക് വാഹനം വലിയ ഗട്ടറിൽ ചാടാതെ പോകാമെന്നുള്ളൊരു കാര്യം കൂടി നമ്മൾ പഴമക്കാർ പറയുന്നത് കേട്ടിട്ടുണ്ട്. എത്രത്തോളം ഉള്ളതാണോ ഇല്ലാത്തതാണോ ഒന്നും നമുക്കറിയില്ല. എന്തായാലും പഴയ ആൾക്കാർ പറയുന്നതാണ്, ശരിയായിരിക്കാം. നമുക്ക് ഇവിടെയും ക്രോം പ്ലേറ്റിങ്സ് കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. അപ്പോൾ ഈ ഒരു കണ്ടിന്യൂറ്റി രൂപത്തിലാണ് ഈ ഒരു ഡിസൈൻ വന്നിട്ടുള്ളത്. പക്ഷേ ഇതിലാണ് നമുക്ക് ഇൻഡിക്കേറ്റർ വന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇത് 1959 മോഡലാണെന്ന് പറഞ്ഞു. അപ്പോൾ ഈ 59 മോഡൽ എന്ന് പറയുമ്പോൾ എല്ലാവരും നമ്പറിലോട്ട് കയറി നോക്കുന്നുണ്ടാവുക. ഇത് കാൽട്ടൺ BH ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്പറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് രണ്ടാഴ്ചയിട്ടാണ് ഞാൻ അങ്ങോട്ട് പറയുന്നത്. ഇത് ഓൾറെഡി ഒരു കർണാടക രജിസ്ട്രേഷൻ വണ്ടിയായിരുന്നു. കുറേ മുന്നേ നമ്മൾ ഇത് ഇവിടേക്ക് കൊണ്ടുവന്നിട്ട്, കാരണം ഇവിടെ വണ്ടി കിട്ടാനില്ല, അതൊരു മറ്റൊരു പ്രശ്നമാണ്. കാരണം മാർക്ക് 1 ഒറിജിനൽ വണ്ടി നമുക്ക് എത്ര നീറ്റായിട്ടുള്ള വണ്ടി നമ്മുടെ നാട്ടിൽ അങ്ങനെ കിട്ടാൻ പാടാണ്. ഇത് അത്ര നീറ്റായിട്ടൊന്നല്ല കിട്ടിയിട്ടുണ്ടായിരുന്നു. കാരണം ഇതിൽ പല കാര്യങ്ങളും നമ്മളിതിൻ്റെ ഓണേഴ്സ് ചേഞ്ച് വരുത്തിയിട്ടുള്ളതാണെന്ന് പറയാം. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ മലപ്പുറം രജിസ്ട്രേഷനിലോട്ട് മാറ്റിയപ്പോഴാണ് കാൽട്ടൺ BH മാറിയിട്ടുള്ളതെന്ന് പറയാം. പിന്നെ നമുക്ക് മറ്റൊരു സംഭവം കാണാൻ പറ്റും. ഇവിടെ ഒരു ഹോള് കാണാൻ പറ്റും. ഈ ഹോളിനെ കുറിച്ച് ഞാൻ എടുത്ത് പറയേണ്ട ആവശ്യമില്ല. ഇത് നമ്മളെ എൻജിന് കറക്കി സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു മെത്തേഡാണ് കൊടുത്തിട്ടുള്ളത്. അതിലായിട്ട് നമ്മൾ ഒരു ഇൻസെർട്ട് ചെയ്തിട്ട് നമ്മൾ കറക്കിയിട്ടായിരുന്നു വന്നത്. പഴയ കാലത്ത് പെട്രോൾ വാഹനങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ മോഡലിൽ അത് ടാസ്കി ആണെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതൊരു ഡീസൽ വാഹനമാണ്, അഥവാ OHV ആണ്. OHV പറയുമ്പോൾ ഓവർ ഹെഡ് വാൾവാണ് ഇതിൻ്റെ എൻജിൻ വന്നിട്ടുള്ളതെന്ന് പറയാം. നമ്മൾ പഴയ വാഹനങ്ങൾ എപ്പോഴും വീഡിയോ എടുക്കുമ്പോൾ നമുക്ക് പറയാനുള്ള കാര്യമാണ് ക്രോം പ്ലേറ്റിങ്സ് കുറേ കാണാൻ പറ്റും. ഇപ്പോൾ ഏത് പോർഷനായാലും ഇപ്പോൾ നമുക്ക് നോക്കുകയാണെങ്കിൽ ഈ ഒരു ഹെഡ്ലൈറ്റിൻ്റെ പോർഷനായാലും ഈ ഒരു ഫ്രണ്ട് ഈ ഒരു പോർഷൻ അതേപോലെ ഈ സൈഡ് അങ്ങനെ നോക്കി എവിടെ നോക്കിയാലും നമുക്ക് ക്രോമാണ് കാണാൻ പറ്റുക. ഈ ക്രോം ഇല്ലെങ്കിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ പഴയ വാഹനങ്ങൾക്ക് ആ ലുക്കും ഇല്ല കേട്ടോ, അത് മറ്റൊരു കാര്യം തന്നെയാണ്. അതേപോലെ തന്നെ ഈ ഒരു മിറർ ഇവിടെ ഫെൻഡറിലാണ് പ്ലേസ് ചെയ്തിട്ടുള്ളത്. ആക്ച്വലി ഇതിന് മാർക്ക് 1 മിറർ വന്നിട്ടില്ലായിരുന്നു. മിറർ അതേപോലെ തന്നെ സീറ്റ് ബെൽറ്റ് ഈ ഒരു സംഭവങ്ങളൊന്നും നമുക്ക് മാർക്ക് 1 കമ്പനി കൊടുത്തിട്ടില്ലായിരുന്നു. അപ്പോൾ ഇത് നമ്മൾ എക്സ്ട്രാക്റ്റ് ചെയ്തിട്ടുള്ള സംഭവമാണ്. എക്സ്ട്രാക്റ്റ് പലരും ഇവിടെയും പ്ലേസ് ചെയ്യാറുണ്ട്, അതേപോലെ തന്നെ ഫെൻഡറിലും പ്ലേസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റൊക്കെ ഇപ്പം ഭയങ്കര റയറായിട്ടുള്ളൊരു മുതൽ കൂടിയാണെന്ന് പറയാം.
ഇനി സൈഡിലായിട്ട് വരികയാണെങ്കിൽ നമുക്ക് OHV എന്നുള്ള ഒരു ബ്രാൻഡിങ് കൊടുത്തിട്ടുണ്ട്. ഈ വാഹനത്തിൽ സൈഡിലും റിയറിലും അങ്ങനെ പല സൈഡിലായിട്ട് നമുക്ക് ഈ ഒരു OHV എന്നുള്ള ഒരു ബ്രാൻഡിങ് കൊടുത്തിട്ടുണ്ട്. മാർക്ക് 1 ബട്ടർഫ്ലൈ വൈപ്പേഴ്സ് വന്നിട്ടുള്ളത്. സത്യം പറഞ്ഞാൽ ഇങ്ങനെ വൈപ്പ് ചെയ്യുന്ന രീതിയിലുള്ള നമ്മളെ സിവിക്കിൽ കണ്ടിട്ടില്ലേ, ആ രീതിക്കുള്ള വൈപ്പേഴ്സായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ അത് പാർട്സ് കിട്ടാനില്ലാത്തതുകൊണ്ടാണ് നമുക്ക് ഇതിലിപ്പോൾ ഒറ്റ വൈപ്പർ മാത്രമേ ഇരിക്കുന്നുള്ളൂ. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് ഇതിൻ്റെ വൈപ്പിംഗ് വന്നിട്ടുള്ളതെന്ന് പറയാം. അതേപോലെ തന്നെ ഈ ഒരു സൺവൈസർ കാണാൻ പറ്റും. ഇത് നമുക്ക് ശരിക്കും ഇത് അറിയുന്നവരെന്തായാലും തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. ഇത് സ്റ്റോക്കിൽ ഇങ്ങനെ വരാറുണ്ടോ അതോ ഇത് ഓപ്ഷണലായിട്ട് കമ്പനി കൊടുത്തതാണോ, എങ്ങനെ ഇതിൻ്റെ ഓപ്ഷൻ എന്ന് അറിയില്ല. അപ്പോൾ ഇത് പല വാഹനങ്ങളിലും കണ്ടിട്ടുണ്ട്. ഇത് സ്റ്റോക്കായിട്ട് കൊണ്ടെടുക്കുന്ന പല വാഹനങ്ങളും ഈ ഒരു സംഭവം കണ്ടിട്ടുണ്ടായിരുന്നു. അതിൽ നമുക്കൊരു ക്രോം പ്ലേറ്റിംഗ് സംഭവം കൊടുത്തിട്ടുണ്ട്. വീലിലായിട്ട് നോക്കുകയാണെങ്കിൽ ആദ്യം തന്നെ ഹൈലൈറ്റ് ചെയ്ത് പറയാനുള്ളത് ഈ ഒരു ക്ലാഡിംഗ് ആണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു റെട്രോ ഫീൽ കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു ക്ലാഡിങ് ഇതിൽ മസ്റ്റാണെന്ന് പറയാം. ഇപ്പോഴത്തെ പല വാഹനങ്ങളും ഇത് പെയിൻ്റ് അടിച്ചിട്ട് വെക്കാറുണ്ട്. ഞാൻ പല വാഹനത്തിൽ കണ്ടിട്ടുണ്ട്. ഇത് ഈ ഒരു സാധനം ഒന്നാമത് ഇത് കിട്ടാനില്ല, അത് വേറെ കാര്യം. അപ്പോൾ ഇതിൽ പെയിൻ്റ് അടിച്ചിട്ട് വെക്കുന്ന പരിപാടി കണ്ടിട്ടുണ്ട്. പക്ഷേ ഇത് എന്തായാലും സ്റ്റോക്കായിട്ട് കീപ്പ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നോക്കുകയാണെങ്കിൽ ഒരു റെയിൻ ഗാർഡ് പോലെ ഇതൊക്കെ നമ്മൾ സ്റ്റോക്കിൽ അന്ന് മുതലേ വന്നിട്ടുണ്ടായിരുന്ന സംഭവമാണ്. സീരീസ് 1 മുതലേ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഡോർ ഹാൻഡിലായാലും ഇത് നമ്മളെ പിന്നെ ലാസ്റ്റ് മോഡൽ വരെ ഏകദേശം സെയിം ആയിരുന്നു. ചെറിയ ഡിഫറൻസ് വന്നിട്ടുള്ളൂ എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് തുറക്കുന്ന ഡോർ തന്നെ വന്നിട്ടുള്ളത്. ഇങ്ങനെ അടിയില്ല, ഇത് G-Wagon പറഞ്ഞ പോലെയാണിത്. സ്റ്റോക്ക് മാർക്ക് 1 നമുക്ക് ഈ ഒരു സൈഡ് ഗ്ലാസ് ഇങ്ങനെയല്ല വന്നിട്ടുണ്ടായിരുന്നു. സൈഡ് ഗ്ലാസ് അല്ല, ഫ്രണ്ട് ഗ്ലാസ് തന്നെ നമുക്ക് ഇത് ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന പോർഷനായിരുന്നു. പക്ഷേ അന്ന് AC വന്നിട്ടില്ലല്ലോ. ഇതിപ്പോൾ നമ്മൾ വണ്ടിയിൽ നമുക്ക് AC ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു പോർഷൻ ഇത് നമ്മളെ ഇതിൻ്റെ ശേഷം വന്നിട്ടുള്ള മോഡൽസിൽ നമുക്ക് ഈ ഒരു ടൈപ്പ് ഗ്ലാസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഇതിലേക്ക് ആഡ് ചെയ്തതാണ്. നോർമലി നമുക്ക് മാർക്ക് 1 നമുക്ക് ഇത് ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഗ്ലാസ് ആയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. അന്ന് ഈ ഒരു ഫസ്റ്റ് ജനറേഷൻ വന്ന സമയത്ത് ഇതിന് കമ്പനി അലോയ് വീലോ സംഭവങ്ങൾ ഒന്നുമല്ലല്ലോ വരാറ്. ഇതായിരുന്നു ഇതിൻ്റെ വീൽ കപ്പും അലോയ് വീലൊക്കെ അന്നത്തെ കാലത്ത് വന്നിട്ടുള്ള ഒരു മോഡലായിരുന്നു ഈ ഒരു സ്റ്റീൽ ക്ലാഡിങ്. പല വാഹനങ്ങൾക്കും നമുക്ക് ഇതുപോലത്തുള്ള ക്ലാഡിങ്സ് കാണാൻ പറ്റും. അത് വീലിൽ നമുക്ക് അന്നത്തെ കാലത്ത് വീൽ കപ്പോ അല്ലെങ്കിൽ അലോയ് വീലോ സംഭവങ്ങളൊന്നും നമ്മളെ ഇന്ത്യൻ വാഹനങ്ങൾ വന്നിട്ടുണ്ടായിരുന്നില്ല. സാധാരണ നമുക്ക് ഈ ഒരു ഡിസ്ക് തന്നെയായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിലൊരു ഡിസൈൻ പോർഷനായിട്ടാണ് നമുക്ക് അന്നത്തെ ഈ ഒരു സ്റ്റീൽ എലമെൻറ്റ്സ് വന്നിട്ടുണ്ടായിരുന്നു പറയാം. അപ്പോൾ റിയർ സൈഡിലായിട്ട് വരികയാണെങ്കിൽ നമ്മളെ ഫസ്റ്റ് ജനറേഷൻ മുതൽ ലാസ്റ്റ് ഗ്രാൻഡ് വരെ നമുക്ക് ഈ ഒരു ഡിസൈനിൽ വലിയ ചേഞ്ചസ് ഒന്നും വന്നിട്ടില്ലായിരുന്നു. ഇതിലുള്ള ഓരോ ആഡിങ്സിനായിരുന്നു ഡിഫറൻസ് വന്നിട്ടുണ്ടായിരുന്നു പറയാം. അപ്പോൾ ഇതിൽ നോക്കുകയാണെങ്കിൽ ഇതൊക്കെ നമുക്ക് ക്രോം പ്ലേറ്റിംഗ് വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഈ ഒരു അംബാസഡർ എന്നുള്ള ബാഡ്ജിങ്ങും അതേപോലെ ഈ ഒരു ലൈറ്റിൻ്റെ ഒരു പോർഷനും ഇതൊക്കെ നമുക്ക് ക്രോമിലാണ് വന്നിട്ടുണ്ടായിരുന്നത്. അതേപോലെ തന്നെ ഈ ഒരു അംബാസഡർ എന്നുള്ള പോർഷനിൽ ശരിക്കും ഇത് ഞാൻ പറഞ്ഞു ഇതൊരു മോറിസ് ഓക്സ്ഫോർഡ് സീരീസ് 3യുടെ റീബാഡ്ജിങ് ആണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതിൽ ശരിക്കും മോറിസ് ഓക്സ്ഫോർഡിൽ ഇവിടെ മോറിസ്ന്നോ ഓക്സ്ഫോർഡോ അങ്ങനെ എന്തോ ഒരു ബാഡ്ജിങ് അവർ കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് നേരെ റീബ്രാൻഡ് ചെയ്തിട്ട് ഇവിടെ അംബാസഡർ എന്ന് കൊടുത്തതായിരുന്നു. അതും ഒരു കാര്യം തന്നെയാണ്. ബാക്കിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് ആ OHVയുടെ ബ്രാൻഡിങ് കൊടുത്തിട്ടുണ്ട്. ടൈൽ ലൈറ്റ് നോക്കുകയാണെങ്കിൽ 2 ലൈറ്റ് വന്നിട്ടുള്ളൂ. ഒന്ന് ഇൻഡിക്കേറ്ററും ഒന്ന് സ്റ്റോപ്പ് ലാമ്പും. ഇത്ര മാത്രമേ നമുക്ക് ഇതിൽ വന്നിട്ടുള്ളൂ. വേറെ സംഭവങ്ങളൊന്നും ക്രമീകരിച്ചിട്ടില്ല. അതേപോലെ തന്നെ ഇതിൻ്റെ സെൻറ്ററിൽ നമുക്ക് ശരിക്കും ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സിൻ്റെ അല്ലെങ്കിൽ HM എന്നുള്ളൊരു ബ്രാൻഡിങ് കാണാൻ പറ്റും. ആ ഒരു സംഭവം ഇതിൽ മിസ് ഔട്ട് ആയിട്ടുണ്ട്. അതും സംഭവം കിട്ടാനില്ലാത്ത പ്രശ്നമാണ്. അല്ലെങ്കിൽ ഇതിൽ എന്നോ കാണേണ്ട സാധനമാണ്. ഇങ്ങനെയാണ് ഇതിൻ്റെ ബൂട്ട് ഓപ്പൺ ചെയ്യാം. ഇങ്ങനെ വലിച്ചിട്ട് ഇങ്ങനെ ചരിച്ച് കൊടുത്താൽ മതി. അല്ലെ ഒന്ന് ചരിച്ച് കഴിഞ്ഞാൽ നമുക്കിത് ഓപ്പൺ ചെയ്യാൻ പറ്റും. അത്യാവശ്യം നല്ല വെയിറ്റ് വരുന്നുണ്ട്. പ്യുവർ മെറ്റലല്ലായിരുന്നു. ഇതിൻ്റെ ലോക്ക് മെക്കാനിസം ഒരു സംഭവം തന്നെ കേട്ടോ. ഞാനത് മുന്നത്തെ അംബാസഡറിൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടോ ഇങ്ങനെയാണ് ഇതിൻ്റെ ഈ ഒരു സംഭവം. ഇത് ഓട്ടോമാറ്റിക്കലി ലോക്കാവുന്ന പരിപാടിയാണ്. ഇതിപ്പോൾ ലോക്കല്ല. നേരെ ഇങ്ങനെ തുറന്ന് കണ്ടോ അതിലാണ് ലോക്കായി നിൽക്കും. ഇങ്ങനെയാണ് ഇതിൻ്റെ ലോക്കിംഗ് സിസ്റ്റം വന്നിട്ടുള്ളത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഇൻറ്റീരിയറാണ് ഒരു സംഭവം എന്ന് പറയാം. നമ്മളെ അത്രയും റെട്രോ ഫീലാണ് ഇതിൻ്റെ ഇൻറ്റീരിയർ കീപ്പ് ചെയ്തിട്ടുള്ളതെന്ന് പറയാം. അപ്പോൾ ഓരോന്നോരോന്നായിട്ട് നമുക്ക് പരിചയപ്പെടാം. ഈ ഒരു സെൻറ്റർ കൺസോളായിട്ട് നോക്കുകയാണെങ്കിൽ ശരിക്കും ആക്ച്വലി നമുക്ക് മാർക്ക് 1 ഇങ്ങനെയല്ല ഇതിൻ്റെ ക്ലസ്റ്റേഴ്സ് വന്നിട്ടുള്ളത്. ഇവിടെ നോക്കുകയാണെങ്കിൽ ഇത് പെർഫെക്റ്റ് ആണ്. കാണിച്ചാൽ നമുക്ക് ഇതിൽ സ്പീഡോമീറ്റർ ആണ് വന്നിട്ടുള്ളത്. ഇവിടെ നമുക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ 3 ഇതാണ് വന്നിട്ടുള്ളത്, റൗണ്ട്സാണ് വന്നിട്ടുണ്ടായിരുന്നത്. ഇവിടെ ഒരു സ്പീഡോമീറ്ററിൻ്റെ റൗണ്ടും അതേപോലെ തന്നെ ഇവിടെ സെൻട്രലിൽ ഒരു ക്ലോക്കും അതേപോലെ തന്നെ ഇവിടെ ഒരു റൗണ്ടായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഈ റൗണ്ടിലായിരുന്നു നമുക്ക് ടെമ്പറേച്ചറും അതേപോലെ തന്നെ ഫ്യൂവലിൻ്റെ ഗേജും ഓയിലിൻ്റെ ഗേജും അങ്ങനെ എല്ലാം കൂടെ ഒന്നായിട്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് ശരിക്ക്. അപ്പോൾ ഇതിലിപ്പോൾ ശരിക്കും നമുക്ക് 2 കിലോമീറ്ററിൻ്റെ ഇത് കാണാൻ പറ്റും. അപ്പോൾ ഇതിപ്പോൾ ജസ്റ്റ് ഒരു ഷോക്ക് വെച്ചതാണ്. ശരിക്കും ഇതിൻ്റെ പാർട്സ് കിട്ടാത്തതുകൊണ്ടാണ് ഇതിങ്ങനെ വെച്ചിട്ടുള്ളത് കേട്ടോ. പിന്നെ സെൻട്രൽ നോക്കണം ഇവിടെ ഒരു ക്ലോക്കായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അതും ഇപ്പോൾ കിട്ടാനില്ല ആക്ച്വലി. സത്യം പറഞ്ഞാൽ ഇതിന് ഓണർ പറഞ്ഞത് ഈ ഒരു ക്ലോക്കിന് ഏകദേശം ഇപ്പോൾ
ഇവർ റിസോഴ്സ് ചെയ്യാൻ നേരത്ത് 20,000 റുപ്പീസിട്ടായിരുന്നു 20,000 ആയിരുന്നു ഇതിൻ്റെ ക്ലോക്കിന് മാത്രം ചോദിച്ചെന്ന് പറഞ്ഞത്. അപ്പോൾ അത്രയും വാല്യബിൾ ആയിട്ടുള്ള ഇതിൻ്റെ പാർട്സ് റിസോഴ്സ് ചെയ്യാമെന്ന് പറയാം. ഇവിടെയാണ് ഇതിൻ്റെ കീ ഇൻസേർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ, ഇവിടെയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ വന്നിട്ടുള്ളത്. അതേപോലെ തന്നെ സ്വിച്ചസ് നമുക്ക് ആ ഒരു ട്രഡീഷണൽ രീതിക്കുള്ള സ്വിച്ചസ് കാണാൻ പറ്റും. ഇങ്ങനെ വലിച്ചിട്ടാണ് ഇതിൻ്റെ സ്വിച്ചസ് ഓൺ ചെയ്യൽ. ഈ ഒരു സെൻട്രലായിട്ട് വെക്കണമെങ്കിൽ നമുക്ക് ഇവിടെ ആഡ് ഓൺ ആയിട്ട് ഒരു AC കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ അഡീഷണലി ചെയ്തിട്ടുള്ളതാണ്. അന്നത്തെ കാലത്ത് AC സംഭവങ്ങളൊന്നും വന്നിട്ടില്ലായിരുന്നല്ലോ. അപ്പോൾ ഇവിടെ ഒരു AC കാണാൻ പറ്റും. അതേപോലെ തന്നെ ഈ ഒരു പോർഷൻ നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു സ്റ്റീൽ ക്ലാഡിംഗ് ആണ് ആഡ് ചെയ്തിട്ടുള്ളത്. ആക്ച്വലി ഇവിടെ പലരും വുഡൻ ആഡ് ചെയ്യാറുണ്ട്, നമുക്ക് സ്റ്റീലും ആഡ് ചെയ്തിട്ടുണ്ട്. ശരിക്ക് പല രീതിക്ക് നമ്മളിതിൽ കസ്റ്റമൈസേഷൻ അംബാസഡറിൽ നമുക്ക് പോസിബിൾ ആണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ അന്നത്തെ കാലത്ത് നമുക്ക് ഇവിടെ പല രീതിക്കുള്ള കസ്റ്റമൈസേഷൻ നമ്മളെ നാട്ടുകാർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലൊന്നാണ് ഈ ഒരു സംഭവങ്ങൾ എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 2 സ്റ്റോറേജ് സ്പേസ് കാണാൻ പറ്റും. ഇവിടെ ഒരു സ്റ്റോറേജ് കാണാൻ പറ്റും, ഇവിടെ ഒരു സ്റ്റോറേജ് കാണാൻ പറ്റും. ഈ ഒരു സ്റ്റോറേജിൽ ഇവർ അഡീഷണൽ ആയിട്ട് നമുക്ക് ഒരു ഇൻഫോടൈൻമെൻറ്റ് സിസ്റ്റം ആഡ് ചെയ്തിട്ടുണ്ട്, കാണാൻ പറ്റും. ഇവിടെ ഒരു ഇൻഫോടൈൻമെൻറ്റ് സിസ്റ്റം കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ആദ്യം ഇതിൽ ശ്രദ്ധിക്കുക, നമ്മളെ ഹാൻഡിൽ ഗിയറാണ്. സത്യം പറഞ്ഞാൽ ഇതിൻ്റെ ഗിയർ മെക്കാനിസം ശരിക്കും മാർക്ക് വണ്ടിയിൽ ഇങ്ങനെ നമ്മളെ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത് ഇങ്ങനെയൊന്നും വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത് പല ആൾക്കാരും നമ്മൾ സാധാ നോർമൽ ഗിയറിലോട്ട് മാറ്റലാണ് സംഭവിച്ചു കഴിഞ്ഞാൽ. ഇത് നമുക്ക് ഉപയോഗിക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു സ്റ്റിയറിംഗ് ആണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ റെട്രോ ഫീൽ ഇപ്പോഴും കീപ്പ് ചെയ്തിട്ടുള്ള സംഭവം. ആക്ച്വലി ഇത് ഹോണാണ്, ഈ കാണുന്നത് ഇത് കണ്ടോ, ഇത് ഹോണാണ് വന്നിട്ടുള്ളത്. സത്യം പറഞ്ഞാൽ ഇതിപ്പോൾ വർക്കിംഗ് അല്ല. പിന്നെ ഇവിടെ കാണാൻ പറ്റും, ഇവിടെ ഒരു സംഭവം വന്നിട്ടുണ്ടായിരുന്നു ഈ ഒരു പോർഷനിൽ. ഇതിൽ നമുക്ക് ഇങ്ങനെ മേലോട്ടാക്കി കഴിഞ്ഞാൽ ലെഫ്റ്റുള്ള ഇൻഡിക്കേറ്റർ, അതേപോലെ തന്നെ ഇങ്ങോട്ട് താറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ റൈറ്റുള്ള ഇൻഡിക്കേറ്റർ, ഇങ്ങനെയായിരുന്നു ഇതിൻ്റെ ഇൻഡിക്കേറ്റർ ക്രമീകരിച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ ഇവിടെ ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സിൻ്റെ H എന്നുള്ള ഒരു ബാഡ്ജിങ്ങെല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ റെക്സിന് ഇവർ കൊടുത്തിട്ടുള്ള കേട്ടോ, ശരിക്കും ഇത് ഭയങ്കര ലൈറ്റ് ഇതായിട്ടുള്ള തിന്നായിട്ടുള്ള ഒരു സ്റ്റിയറിംഗ് വീൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇങ്ങനെ അവർ വലിയ വാഹനം ഓടിച്ചു പോകുന്ന ഫീലായിരുന്നു സത്യം പറഞ്ഞാൽ ഈ അംബാസഡർ മാർക്ക് 1 മുതൽ ലാസ്റ്റ് മോഡൽ വരെ വന്നിട്ടുണ്ടായിരുന്നത് പറയാം. ഇൻഡിക്കേറ്ററിൻ്റെ കൺട്രോൾ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നത്, അത് ഇപ്പോൾ വർക്കിംഗ് അല്ലാത്തതുകൊണ്ടാണ് നമുക്ക് ഇവിടെ ഒരു ആഡ് ഓൺ ആയിട്ട് ഒരു ലിവർ ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് കാണാൻ പറ്റും, ഇതൊരു എക്സ്ട്രാ ഒരു എലമെൻ്റ് ആണ്. ഇതിൽ നമുക്കിപ്പോൾ ഇൻഡിക്കേറ്ററും അതിൻ്റെ വൈപ്പറിൻ്റെ കൺട്രോൾ അങ്ങനത്തെ കാലമൊക്കെ ഇതിൽ എക്സ്ട്രാ ആയിട്ട് നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. ഇനി നമ്മൾ ഡോർ പാഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആക്ച്വലി ഇതിൻ്റെ റെക്സിനൊക്കെ കംപ്ലീറ്റ് നമുക്ക് റിസ്റ്റോർഡ് ആണ്. ഒരു പോർഷൻ നോക്കുകയാണെങ്കിൽ നമുക്ക് ഗ്ലാസ് താഴത്തുള്ള മാനുവലി തിരിച്ചിട്ട് താഴത്തുള്ള ഒരു ഓപ്ഷൻ, നമുക്ക് ഡോറ് അൺലോക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കാണാൻ പറ്റും. അതിനകത്ത് പിന്നെ ഹാൻഡിലില്ല, ഇങ്ങനെയായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. ഇവിടെ ഒരു ഹാൻഡ് ബ്രേക്ക് കാണാൻ പറ്റും. ശരിക്കും നമ്മളെ മാർക്ക് 1 ഹാൻഡ് ബ്രേക്ക് വന്നിട്ടില്ലായിരുന്നു, പക്ഷേ ഇവരിത് എക്സ്ട്രാ ആയിട്ട് ആഡ് ചെയ്തതാണ്. പക്ഷേ ഇത് നമുക്ക് വർക്കിംഗ് അല്ല ഇപ്പോഴും. അപ്പോൾ നമ്മൾ റിയർ സൈഡിലോട്ട് വരികയാണെങ്കിൽ നമുക്ക് ആദ്യം ഡോർ ഓപ്പൺ ചെയ്യാം. അപ്പോൾ റിയറിലോട്ട് വരികയാണെങ്കിൽ ഒരു ഫുൾ സീറ്റ് വന്നിട്ടുള്ളത്, ഇതൊക്കെ നമുക്ക് എക്സ്ട്രാ ആയിട്ട് ആഡ് ചെയ്തിട്ടുള്ള സംഭവമാണെന്ന് പറയാം. അപ്പോൾ നമുക്ക് കയറി ഇരിക്കാം. ആക്ച്വലി ഒരു പ്രത്യേകത കൂടി പറഞ്ഞു തരാണ്ട്, ഇതിപ്പോൾ അൺലോക്ക് ചെയ്തു. ഇപ്പോൾ നമുക്ക് ഉള്ളിൽ നിന്ന് ലോക്ക് ചെയ്തിട്ടുള്ള ഒരു ഓപ്ഷനാണ്. ഇതിപ്പോൾ നമ്മൾ ഇങ്ങോട്ട് റൈറ്റിലോട്ട് തിരിച്ചു കഴിഞ്ഞാൽ ഒരു ലോക്കായി. അഥവാ പുറത്ത് നമുക്ക് തുറക്കാൻ പറ്റില്ല. ഇനി ഞാനിത് അടക്കുന്നുണ്ട്. ഇനി പുറത്തുനിന്ന് ഒരാൾ വന്ന് തുറന്നു നോക്കിയാൽ ഇത് തുറക്കാൻ പറ്റൂല. ഒന്ന് തുറന്നു നോക്കി, തുറക്കാൻ പറ്റില്ല. അപ്പോൾ ഇനി ഞാൻ ഉള്ളിൽ നിന്ന് തുറന്നാൽ മാത്രമേ അത് തുറക്കാൻ പറ്റുള്ളൂ. ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു മെക്കാനിസം വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എൻജിൻ റൂം ഓപ്പൺ ചെയ്യാം. ഇവിടെയാണ് ഇതിൻ്റെ അൺലോക്ക് വന്നിട്ടുള്ളത്. ഇവർ ഈ ഒരു അംബാസഡറിൽ മാത്രം കണ്ടിട്ടുള്ള കുറച്ച് ഐക്കോണിക് ആയിട്ടുള്ള സംഭവങ്ങളാണ് ഈ ഒരു ലോക്ക് സിസ്റ്റം എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞു ബൂട്ട് ഓപ്പൺ ചെയ്താലും നമുക്ക് ഓട്ടോമാറ്റിക്കലി ലോക്ക് ചെയ്ത് നിൽക്കുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അതേപോലെ തന്നെ നമുക്ക് ബോണറ്റ് ഓപ്പൺ ചെയ്യുമ്പോഴും കാണാൻ പറ്റും. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഇങ്ങനെ ആക്കിയിട്ടാണ് ഇത് ക്ലോസ് ചെയ്യാറ്. ഓക്കെ, അപ്പോൾ ഓപ്പൺ ചെയ്യുകയാണെങ്കിലും അത് കണ്ടിട്ടോ ഓട്ടോമാറ്റിക്കലി അത് ലോക്ക് ചെയ്ത് നിൽക്കുന്ന രീതിക്കാണ് സെറ്റിങ്സ് വന്നിട്ടുള്ളത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിൾ മെക്കാനിസമാണ്, പക്ഷേ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു മെക്കാനിസം ആണെന്നും പറയാം. ആക്ച്വലി ഇത് പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഇതിലിരിക്കുന്നത് ഡീസൽ എഞ്ചിനാണ്. നമ്മളെ മാർക്ക് 1 വന്നിട്ടുണ്ടായിരുന്നത് പെട്രോൾ എഞ്ചിനായിരുന്നു വന്നിട്ടുള്ളത്. ഇത് അംബാസഡറിൻ്റെ തന്നെ മറ്റൊരു മോഡലിലെ എഞ്ചിനാണ് നമുക്ക് ഇതിലിപ്പോൾ കറൻ്റ് യൂസ് ചെയ്തിട്ടുള്ളത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അതിൻ്റെ വീഡിയോ എടുക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മളെ അംബാസഡറിൻ്റെ വേരിയൻസ് നോക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞു ഏകദേശം 7 ജനറേഷനോളം വന്നിട്ടുണ്ടായിരുന്നു. ഈ ഒരു 7 ജനറേഷനിൽ പല രീതിക്കുള്ള പല എൻജിൻസ് വന്നിട്ടുണ്ടായിരുന്നു. പല ആൾക്കാരും നമ്മളെ എൻജിന് സ്വാപ്പ് ചെയ്യാറുണ്ട്. ഇതിൽ സ്വാപ്പിംഗ് എന്ന് പറയുമോ അറിയില്ല, കാരണം ഇത് സെയിം ഇതിൽ തന്നെ എൻജിൻസാണ് മാറ്റുന്നത്. അതുകൊണ്ട് സ്വാപ്പിംഗ് എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ എൻജിൻ നമ്മൾ മാറ്റാറുണ്ട്, അതാണ് ഇതിൻ്റെ ഒരു സംഭവം എന്ന് പറയുന്നത്. ലാലേട്ടൻ്റെ കംബാക്ക് ആയിട്ടുള്ള തുടരും എന്ന മൂവിയിലെ
അതേപോലെ തന്നെ ഉള്ള ഒരു മാർക്ക് 1 അംബാസഡർ നമ്മളിന്ന് പരിചയപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലത്തെയുള്ള കിടിലൻ കാർസിൻ്റെ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെയുള്ള നല്ല റയറായിട്ടുള്ളതും നല്ല അടിപൊളിയായിട്ടുള്ള വാഹനങ്ങൾ ഇനിയും നമ്മൾ കൊണ്ടുവരാവുന്നതാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോളി. ഇതുപോലത്തെ കിടിലൻ വീഡിയോസ് കാണാം. അപ്പോൾ മറ്റൊരു സ്ഥലം കിടിലൻ വീഡിയോ വരാം. അതുവരേക്കും ബൈ ബൈ.